ഇതുപോലെ നാശമായിട്ട് എന്റെ നെല്ല് മൊത്തം പോയി. 1 ഏക്കറിൽ 1/2 ഏക്കർ കിളുത്ത് മൊത്തമാ. എനിക്ക് ഇനി ഒരു യാതൊരു നിവൃത്തിയില്ല. ഇത് പ്രക്കാട് കൃഷിഭവന്റെയും പ്രക്കാട് പഞ്ചായത്തിന്റെയും കീഴിലുള്ള ഗ്രേസിംഗ് ബ്ലോക്ക് പാടശേഖരത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പാടശേഖരത്തിന്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ജോമോൻ. ഇത് 300 ഏക്കറോളം വരുന്ന പാടശേഖരമാണ്. കൊയ്ത്ത് ഈ നവംബർ 12-ാം തീയതി തൊട്ട് കൊയ്ത്ത് നെല്ലാണിത്. ആദ്യമേ 2 മില്ലുകാരെ അടിച്ചു. അവർ വന്ന് നോക്കി കൊയ്ത്ത് തുടങ്ങി. 2 ദിവസം കഴിയുമ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു കൊയ്ത്ത് തീരട്ടെ, അവരെത്താമെന്ന് പറഞ്ഞു. കൊയ്ത്ത് തീർന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് അവർ വന്നു. അവരാവശ്യപ്പെട്ടത് 15 കിലോ കിലുവാണ്. ഈ നെല്ല് ഇവിടെ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിക്കാർ എല്ലാ ദിവസവും നെല്ല് മറിച്ചുകൊണ്ടിരിക്കുക. മഴ മാറിയ ഉടനെയാണ് നെല്ല് മറിക്കാൻ തുടങ്ങി. 100 ക്വിൻ്റൽ നെല്ലോളം ഞങ്ങൾ മറിച്ച് കഴിയുമ്പോൾ 10-15,000 രൂപ ഒരു കൃഷിക്കാരന് 100 ക്വിൻ്റൽ നെല്ലിൻ്റെ പുറത്ത് ചിലവ് വരിക. കിളുത്ത നെല്ലുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാറ്റിയാണ് സപ്ലൈ വെച്ച് ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത്. ഈ കിളുത്ത നെല്ല് ഞങ്ങൾക്ക് നഷ്ടത്തിലോട്ടാണ് എത്തിക്കുന്നത്. കൃഷിക്കാരന് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വശത്തിലോട്ട് പോകുന്ന ഒരുപാട് കൃഷിക്കാരാണ് ഈ പ്രദേശത്തുള്ളത്. നമ്മുടെ ഈ ഒരു പാടശേഖരം മാത്രമല്ല, പല പാടശേഖരങ്ങളും ഈ പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. മില്ല് ഏജന്റുമാരെ ഞങ്ങൾ കുറ്റം പറയാൻ തയ്യാറല്ല. കാര്യം സർക്കാരും മില്ലുകാരായിട്ടുള്ള ഒരു ധാരണയുടെ പ്രശ്നമാണ് ഈ നെല്ലിവിടെ കിടന്ന് നശിച്ചു പോകുന്നത്. ഇതിനൊരു അടിയന്തരമായ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നാളെ തൊട്ട് നെല്ല് കയറിയില്ലെങ്കിൽ കൃഷിക്കാർ വീണ്ടും ദുരിതത്തിലോട്ട് മാറുന്നുള്ളൂ. ഈ കാഴ്ചകൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടങ്ങളും കാണുന്നുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. കൃഷിക്കാരുടെ വൈകാരികമായ വാക്കുകൾ നിങ്ങൾക്ക് ശ്രദ്ധയിലേക്ക് പകർത്താവുന്നതാണ്. ഏക്കർ കൊയ്തപ്പോഴെങ്കിലും അവർ ഈ നെല്ലെടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും അപാകതകൾ വരികയില്ലായിരുന്നു. ബാക്കി 150-ന്റെ കുറവ് കൊയ്ത് കീറി അവർക്ക് പോകാമായിരുന്നു. മില്ലുകാർ വരാം 2 മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 15 കിലോ വേണം. ഞങ്ങൾ എന്ത് ചെയ്യണം? ആകെ കിട്ടുന്നത് ഈ 15 കിലോ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത് പോയി. അവർ കൊണ്ടുപോകുക ഈ 15 കിലോ. പാടശേഖരത്തിൽ ആദ്യം കൊയ്തത് എൻ്റെ നെല്ലാണ്. എനിക്ക് 1 ഏക്കർ കൃഷി ഈ റോഡ് സൈഡിലുണ്ട്. 1 ഏക്കർ നെല്ല് 15-ാം തീയതി തൊട്ട് കൊയ്യാൻ തുടങ്ങി. ഇന്നൊക്കെ 20 ദിവസമായി എൻ്റെ നെല്ല് ഈ കണ്ടത്തിൽ കിടന്ന് ഇതുപോലെ വിത്ത് പൊട്ടി മുളച്ച് നമ്മൾ കിളിപ്പിക്കാനിട്ടാൽ ഇതുപോലെ കിളുക്കത്തില്ല. ഇതുപോലെ നാശമായിട്ട് എൻ്റെ നെല്ല് മൊത്തം പോയി. 1 ഏക്കറിൽ 1/2 ഏക്കർ കിളുത്ത് മൊത്തമാ. എനിക്ക് ഇനി ഒരു യാതൊരു നിവൃത്തിയില്ല. സർക്കാർ സർക്കാർ എവിടെ? ഏത് കർഷകനെയാണ് സർക്കാർ നോക്കിയത്? അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത് എന്തിനാണ്? ഈ സർക്കാരാണോ ഞങ്ങളെ കർഷകരുടെ സർക്കാർ എന്ന് പറയുന്നത്? എന്തെങ്കിലും പരിഹാരം ഇന്ന് തന്നെ ഇല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇത് എൻ്റെ നെല്ലാണ്. കഴിഞ്ഞ 12-ാം തീയതി നവംബർ 12-ാം തീയതി രാവിലെ 9:30-ക്ക് മെഷീൻ ഇറക്കി കൊയ്തിട്ട നെല്ലാണിത്. ഇപ്പം 3 തൊഴിലാളികൾ